ഹലോ വണക്കം വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യ പോகிறது ദിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി. അപ്പോൾ ഇന്നത്തേതൊരു തമിഴൻ റെസിപ്പി ആയതുകൊണ്ട് കുറച്ച് തമിഴിൽ തുടങ്ങിയതാട്ടാ. സംഭവം കടിച്ചാൽ പൊട്ടാത്തൊരു പേരാണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടാ. അതുപോലെ തന്നെ കഴിക്കാൻ ரொம்ப ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ റെസിപ്പി അതന്നെ ആവട്ടെ എന്ന്. റെസിപ്പി ഏതായാലും നമ്മളെ വായക്ക് രുചി ഉണ്ടായാൽ മതിയല്ലോ. അതിപ്പോൾ ചിലപ്പം അറബിക് ഫുഡായിരിക്കാം, തമിഴൻ ഫുഡായിരിക്കാം. ഇതിപ്പോൾ എല്ലാവരും ഒരുവിധം ട്രൈ ചെയ്ത റെസിപ്പിയൊക്കെ ആയിരിക്കും, കേട്ടിട്ടുള്ള റെസിപ്പിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓയിലും വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുത്തത്. 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒനിയൻ ഉണ്ടല്ലോ, സവാള, നേരത്തെ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചില്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളൊക്കെ, അതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇട്ടാ. അത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതിലേക്ക് ഇഞ്ചി ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു കഷ്ണം മതി. പിന്നെ നമ്മൾ വെളുത്തുള്ളി കോമൺലി എല്ലാ ബിരിയാണിക്ക് എടുക്കുന്ന പോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു എന്താ പറയുക, ചിലൊരു 10-12 പച്ചമുളകൊക്കെ എടുക്കും. കുറച്ച് സ്പൈസിയാണ് ഈ ബിരിയാണി. പക്ഷെ ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ മുളക് പൊടിയും കുരുമുളകും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കുട്ടികളുള്ളവർക്കൊക്കെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 6 പച്ചമുളക് ഇതൊക്കെ കൂടി അരച്ചിട്ട് ഇനി അതിലോട്ട് ചേർക്കണം. അരച്ച മസാല ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മളെ സവാള നല്ല ബ്രൗൺ കളറായി വരണുണ്ട്. ആ ടൈമിലായിരിക്കണം അത് ചേർക്കേണ്ടത്. അയ്യോ, തക്കാളി ഇട്ടപ്പോഴാട്ടോ കണ്ടത്. നമ്മുടെ ഒരു ഉള്ളി ഞാനതിൽ ചതയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു തക്കാളി ആട്ടോ നമുക്ക് ഇതിൽക്ക് ആവശ്യം. തക്കാളിയുടെ ഫ്ലേവർ അധികം ഇതിൽക്ക് വേണ്ട. മറ്റുള്ള ബിരിയാണിയിലത്തെ പോലെ ഒന്നും ചിലരിത് തക്കാളി ഇല്ലാതെയും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ തക്കാളി മതി. ഒരു മീഡിയം സൈസ്, സ്മോൾ സൈസൊക്കെ ഒരൊറ്റ തക്കാളി മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് അരി ആട്ടാ. 4 കപ്പ് അരി നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ജീരകശാല അരിയൊക്കെ ആ ടൈമിൽ കഴുകി ഓൺ ദ സ്പോട്ട് അത് ഇട്ടാൽ മതി, നെയ്ച്ചോറാക്കിയൊക്കെ വെച്ചാൽ മതി. പക്ഷേ ഇത് കുറച്ച് മുമ്പേ കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേകം മസാല ഒക്കെ വേണം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മുഴുവനും അതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. മറ്റുള്ള ബിരിയാണിയിൽ മസാല ഉണ്ടാക്കണ പോലെ മാറ്റി വയ്ക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലി വേണം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം നമ്മൾ പെരിഞ്ജീരകം വേണം. 1 ടീസ്പൂൺ നല്ല ജീരകം വേണം. നല്ല ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഷാജീര, ഇതിലേതെങ്കിലും ഒന്ന്. ഷാജീരയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക്, ഒരു തക്കോലം 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക, ഒരു ജാതിപത്രി, ഒരു ബേ ലീഫ്, അതുകൂടാണ്ട് കുറച്ച് കറുവപ്പട്ട. അതായത് നമ്മളെ ഹോൾ ഗരം മസാല, ഒട്ടുമിക്ക ഗരം മസാല മൊത്തം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പോൾ ചിലവരെങ്കിലും അറിയാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വേർഷനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്പീഡിൽ കാണിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ നല്ല ചൂടാക്കി പൊടിക്കണം. ഇൻ കേസ് നല്ലോണം പൊടിയെ മിക്സ് ചെയ്യണമെങ്കിൽ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഗരം മസാലയൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ കുറച്ച് ചൂടുള്ളത് നല്ലതാണല്ലോ. ഈ അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ച് കിട്ടാൻ ചൂടാക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരിടപ്പത്ത് നമ്മളുടെ ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഇവിടെ വഴന്ന് വരുന്നുണ്ട്. ഞാൻ തൊട്ടപ്പുറത്ത് ഇതും ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രണ്ടും കൂടി അപ്പുറത്തപ്പുറത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഈ വീഡിയോ എടുക്കണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ടൈം കുറേ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത് മസാലപ്പൊടി ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടാം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളക്, കുരുമുളക് എല്ലാം ആഡ് ചെയ്യണോണ്ട് നോർമൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സ്പൈസി ആയിരിക്കും കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പി ആവശ്യത്തിനുള്ള എരിവുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ മസാലയും ഇതിലേക്ക് അങ്ങോട്ട് തട്ടാം. വേറെ എക്സ്ട്രാ ഒരു മസാലയും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അതിന് കാരണം അരിയും ഒക്കെ ഇതിൽ തന്നെയാണല്ലോ കുക്ക് ചെയ്യുന്നത്. 1 പോട്ട് ബിരിയാണി എന്നൊക്കെ ഇതിനെ പറയാം. അതുകൊണ്ട് തന്നെ മസാല മാറ്റി വയ്ക്കാനൊന്നും വേണ്ട. എല്ലാതും ഞാൻ അടുത്ത അളവിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിക്കോ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഓൾ ഇൻ വൺ തൈരില്ലാത്ത ബിരിയാണിൻ്റെ, ഉപ്പില്ലാത്ത കഞ്ഞി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. തൈരില്ലാണ്ട് ബിരിയാണി ഉണ്ടാവില്ല അല്ലേ. ബിരിയാണിയുടെ ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തൈര് ഒഴിവാക്കിയാൽ നല്ല വ്യത്യാസം ഉണ്ടാവും ബിരിയാണിയിൽ. ബിരിയാണി നമ്മളെ ചിക്കൻ സോഫ്റ്റ് ആവാൻ, ഏത് മീറ്റായാലും സോഫ്റ്റ് ആവാൻ മെയിനായിട്ട് തൈര് ചേർക്കണം. അതുകൊണ്ട് തന്നെ ഒട്ടും പിശുക്കണ്ട. 6 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ താരമായ ചിക്കനെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കണത് 900 ഗ്രാമിൻ്റെ 2 ചിക്കൻ ആട്ടോ. അതായത് 2 കിലോന് ഒരു 200 ഗ്രാം കുറയും. അപ്പോൾ 2 കിലോ ചിക്കൻ എന്ന് നിങ്ങൾ കരുതിക്കോ. അതാണ് ഇവിടെ കിട്ടിയത്, അതുകൊണ്ടാട്ടോ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ചിക്കൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത്, അതായത് ചിക്കൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക, പുതിന, മല്ലിയില.
ഇതിൽ പുതിന അധികം ചേർക്കില്ല, മല്ലിയില ഒരു ബഞ്ച് അങ്ങോട്ട് എടുത്തോട്ടെ, നമ്മളൊരു കൈപ്പിടി മല്ലിയില അങ്ങോട്ട് ചേർക്കണം. ഇനി ചിക്കനും മല്ലിയിലയും പുതിനയൊക്കെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ചിക്കൻ അങ്ങോട്ട് വേവിക്കുക, അതായത് ചിക്കൻ ഒരു ഹാഫ് വേവാക്കി എടുക്കുക. ഇപ്പം നമ്മളെ ചിക്കനിലത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അല്ലെങ്കിലും ബിരിയാണി മസാല ഉണ്ടാക്കണതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ അറിയാലോ, നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ജീരകശാല റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കുഞ്ഞരി വെച്ചിട്ടും വലിയരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും മോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ ചെറിയ അരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. മിനിമം 30 മിനിറ്റെങ്കിലും നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂർ വരെയൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ ഈ അരിയും ചിക്കനും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് അരിക്ക് ഞാൻ 7 കപ്പ് വെള്ളമായിട്ട് എടുത്തിരിക്കണം. ഞാൻ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന മെഷർമെൻറ്റിലായിട്ട് എടുക്കാറ്. പക്ഷേ ഈ ഒരു അരി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്തിരി ഉപ്പുമാവ് കണക്കിനിരിക്കുന്ന ഒരു ചോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തമിഴന്മാരൊക്കെ ഇതിൽ ഡബിൾ ആഡ് ചെയ്യും. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് അല്ല 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ അവർ വെള്ളം ആഡ് ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ആഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും ഈ ചോറ്. കാരണം അറിയാലോ, ജീരകശാല റൈസ് വെള്ളമൊക്കെ കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉപ്പുമാവ് കണക്കിനായി പോകും. അതുകൊണ്ട് ഞാൻ മറ്റേ ഇരട്ടി എടുക്കണേ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമല്ല എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കുറച്ചിട്ട് 7 ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ്. അത് കറക്റ്റാട്ടോ, കറക്റ്റ് ഒരുപാട് വേവണമില്ല, എന്നാലോ നമ്മളെ സാധാരണ അരി പോലെ അരി കണക്കിന് ഇരിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, നമ്മളെ റൈസൊക്കെ ഒന്ന് വല്ലാണ്ട് ഒട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ എക്സസ്സായി നിൽക്കുന്ന വെള്ളം, ഇപ്പം നമുക്ക് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കണ കാണില്ല, ആ വെള്ളം വറ്റണ വരെ ഹൈ ഫ്ലെയിമിൽ, അതായത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യാട്ടോ. എന്നിട്ട് ആ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് തീ കുറയ്ക്കാം. നമ്മൾ എക്സസ്സായ വെള്ളം വറ്റിയിട്ട് അരി മേലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. കാരണം ഞാൻ നേരത്തെ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി റൈസിലേക്ക് കുറച്ച് നെയ്യുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, അരിയും വെള്ളവും ഒരേ കണക്കിനായിട്ടുണ്ടല്ലോ. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, തീ നല്ലോണം കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിം ഏതാണോ അതിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഒരു ഫോയിലും പേപ്പറാ അങ്ങനെ എന്തെങ്കിലും ദമ്മ് ചെയ്യാൻ ഏറ്റവും നല്ലത് മൈദ ഒക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. കാരണം ആവിയിൽ കിടന്ന് ചിക്കനും റൈസും കൂടി, ബാക്കി ചിക്കൻ ഇനി ഹാഫ് വേവും കൂടിയും വരാനുണ്ട്. അപ്പോൾ റൈസിൻ്റെ ഒപ്പം കിടന്ന് അതും വേവും. ഇപ്പോൾ ഒരു ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക, ആവി പോവാണ്ടിരിക്കാൻ. എന്നിട്ടൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ഒരു സ്റ്റേജ് തൊട്ട് 20 മിനിറ്റ് കണക്കാക്കുക. അപ്പോൾ ആദ്യം തൊട്ടിട്ടുള്ള 20 മിനിറ്റ് വെള്ളവും അരിയും ചിക്കനൊക്കെ ഒരു ലെവലായി നിൽക്കുന്ന ടൈമിൽ തീ കുറയ്ക്കാനൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ വേണം നമ്മൾ ഫ്ലെയിം വല്ലാണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിയുമ്പം ഏത് ബിരിയാണിക്കും അതൊരു കണക്കാട്ടാ 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി ഫ്ലോപ്പായിന്ന്. ഫ്ലോപ്പായതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ബിരിയാണിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളെ സാധാരണ ബിരിയാണി ഇതുപോലെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ലല്ലോ, ഇത് കുറച്ചും കൂടിയും ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ്. എന്നാൽ ഇതിൽ ഈ റൈസ് നല്ല ഫ്ലേവറാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, ചിക്കനും ചോറും ഒക്കെ കൂടി ഒരുമിച്ച് വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഈ ചിക്കൻ ഇങ്ങനെ വെള്ളത്തിരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇത് വിളമ്പുമ്പോൾ ഒരു മുട്ട കൂടി വയ്ക്കാൻ ഓർക്കണേ. ഒരാൾക്ക് ഒരു പ്ലേറ്റിന് ഒരു മുട്ട കൂടെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു മുട്ട ഉണ്ടെങ്കിൽ അതും മുട്ടയും സാലഡും അച്ചാറും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ ഞാൻ 100 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലാഗ് ചെയ്യിപ്പിക്കുന്നത്. അറിയാത്തവർ കാണുമ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ആവശ്യമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ലാഗ് ചെയ്യിപ്പിച്ചാൽ സോറി. നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻസൊക്കെ തന്ന് അറിയിക്കുക. എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത പോലെ ഈ വീഡിയോയിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്